ആരും അറച്ചുപോകും ഈ കഥ കേട്ടാൽ. വൃദ്ധരായ മാതാപിതാക്കളുടെ സംരക്ഷകനാകേണ്ട മകൻ അവരുടെ ഘാതകനാവുക. മൃതദേഹങ്ങൾ ആരുമറിയാതെ പൊട്ടക്കിണറ്റിൽ മറവു ചെയ്യുക. 12 ദിവസം കൊലപാതക വിവരം മറച്ചുവെക്കുക. പിന്നീട് സ്വയം വെളിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുക. പന്തളം പെരുമ്പുളിക്കൽ കാഞ്ഞിരംവിള വീട്ടിൽ ജോണും ഭാര്യ ലീലാമ്മയും കഴിഞ്ഞ ജൂൺ 25-നാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ഇളയ മകൻ മാത്യു ജോണിനൊപ്പമാണ് താമസം. മകനുമായി നിസ്സാര കാര്യത്തിന് തർക്കിച്ചു. അന്നു രാത്രി വീടിന്റെ 2ാം നിലയിൽ വെച്ച് മാത്യു ജോൺ സ്വന്തം മാതാപിതാക്കളുടെ ജീവനെടുത്തു. തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഒരു ദിവസം മൃതദേഹങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. പിന്നീട് ദൃശ്യം സിനിമയിലെ പോലെ തന്നെ തെളിവ് നശിപ്പിക്കാനായിരുന്നു ശ്രമം. പിറ്റേന്ന് മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടി റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ തള്ളി. 2 ദിവസത്തിനു ശേഷം മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കിണർ മൂടി. കാര്യമന്വേഷിച്ചവരോട് പട്ടി ചത്തുവീണു എന്നാണ് മറുപടി പറഞ്ഞത്. വീട്ടിൽ അച്ഛനെയും അമ്മയും കാണാത്തതിലും അയൽക്കാരുടെ അന്വേഷണം വന്നു. ഇരുവരും ധ്യാനം കൂടാൻ പോയി എന്നായിരുന്നു മാത്യു ജോൺ അവരെ ധരിപ്പിച്ചത്. എന്നാൽ ഇന്ന് രാവിലെ കൃത്യം 12 ദിവസത്തിനു ശേഷം മാത്യു വിദേശത്തുള്ള സഹോദരനെ വിളിച്ച് കൊലപാതക വിവരം അറിയിച്ചു. സ്വന്തം മാതാപിതാക്കളെ കൊന്നതിന്റെ കുറ്റബോധം അത്രമേൽ ഗ്രസിച്ചതുകൊണ്ടാകാം അയാൾ ഒടുവിൽ എല്ലാം വെളിപ്പെടുത്താൻ തയ്യാറായത്. പിന്നീട് പന്തളം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. റബ്ബർ വെട്ടുകാരനാണ് ഈ സംഭവം ആദ്യം നമ്മളോട് പറയുന്നത്. ആ പുള്ളിക്കാരനെ 10 ദിവസമായിട്ട് ഇവർ രണ്ടുപേരും കാണാനില്ല. അപ്പോൾ രാവിലെ ഈ പുള്ളിക്കാരന് ഈ റബ്ബർ വെട്ടുകാരന് കൊണ്ടുവന്ന് കഞ്ഞിയൊക്കെ കൊടുക്കുമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഇല്ലായിരുന്നു. അത് പയ്യനോട് ചോദിച്ചപ്പം പറഞ്ഞത് പിന്നെ ധ്യാനത്തിന് പോയെന്നാണ്. അപ്പോൾ അവരും അങ്ങനെ തന്നെ വിശ്വസിച്ച് ധ്യാനത്തിന് പോയി. പക്ഷെ റബ്ബർ വെട്ടാൻ വന്നപ്പോൾ വല്ലാതെ സ്മെല്ല് വന്നു. അപ്പം ഈ വെട്ടുകാരൻ പയ്യനോട് ചോദിച്ചു ഇതെന്ത് പറ്റി വന്നു ചോദിച്ചാൽ പറഞ്ഞു 3-4 പട്ടിയെ വിഷം കൊടുത്തു പോകുന്നതിനകത്ത് ഇട്ടേക്ക് വന്നു. പക്ഷെ പിന്നെയാണ് സംശയം വന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ അന്ന് ഈ ചോദിച്ചതിന് അന്ന് വൈകുന്നേരം തന്നെ പുള്ളിക്കാരനെ JCB വിളിച്ച് ഈ ഇതങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് ഒന്നുകൂടെ ഉറപ്പിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി മണിക്കൂറുകൾ പണിപ്പെട്ടാണ് കിണറ്റിൽ മണ്ണിട്ട് മൂടിയ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അഴുകിയ നിലയിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹം പുറത്തെടുക്കുന്നത് കാണാൻ നിരവധി പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. അപ്രതീക്ഷിതമായി നടന്ന ഇരട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് പന്തളം പെരുമ്പുളിക്കൽ ഗ്രാമം.